നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശിവപുരം ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് മാഡം കണ്ടക്ടറോട് ചോദിക്കുന്ന കേട്ടു. ഇന്ന് ശിവരാത്രിയല്ലേ, മാഡം ശിവപുരത്തപ്പന്റെ ക്ഷേത്രത്തിൽ പോയതാവും. താങ്ക്സ് ഏട്ടാ. താങ്ക് യു വെരി മച്ച്. നേർച്ച തെറ്റിയിരിക്കണു. ഇവരെ മണ്ഡപത്തിലേക്ക് ഇരുത്തുക. കുറച്ചുനേരം ഒന്ന് വിശ്രമിക്കട്ടെ. ചേച്ചി സൂക്ഷിച്ച. തിരുമേനി, ശയന പ്രദക്ഷിണ നേർച്ചയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? പിന്നെന്താ, എനിക്കും ആ നേർച്ച ഒന്ന് നടത്തിയ കൊള്ളാന്നുണ്ട്. അതിനായിട്ട് എന്താ ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ നട അടയ്ക്കും. നട തുറക്കുന്നത് വരെ ഒന്ന് കാക്കുക. നട തുറന്നു കഴിഞ്ഞാ 1-2 വഴിപാടുകൾ നടത്തി നേർച്ച സ്വയം ആരംഭിക്കാം. സ്വയം ശുദ്ധിയായതിനു ശേഷം ശയന പ്രദക്ഷിണം. 1 തവണ പ്രദക്ഷിണം കഴിഞ്ഞാ കാൽപാദങ്ങൾ അടുപ്പിച്ച് ശിവസ്തോത്രം പറഞ്ഞ് നടന്നുകൊണ്ട് പ്രദക്ഷിണം. അതാണ് നേർച്ച. 108 ഏറ്റവും കുറഞ്ഞ കണക്ക്. ഇന്ന് തന്നെ വഴിപാട് നടത്തണമെന്നാണെങ്കിൽ അമ്പലത്തിൽ നിന്നും വഴിപാട് കഴിച്ച ശേഷം മണ്ഡപത്തിൽ വിശ്രമിക്കുക. ഭക്ഷണമൊന്നും വേണ്ട തിരുമേനി, ഞാൻ വ്രതത്തിലാ. നട തുറക്കുന്നവരെ ഞാൻ മണ്ഡപത്തിൽ ഇരുന്നോളാം. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സച്ചിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കായിട്ട് മാറിത്തരട്ടെ. എന്റെ കുറവുകളെല്ലാം പരിഹരിക്കാൻ മറ്റൊരാൾക്ക് കഴിയും. ഞാൻ കാരണം സച്ചേട്ടന്റെ ജീവിതത്തിന് അർത്ഥമില്ലാണ്ടാവണ്ട.
സാറിന് എന്നെ മനസ്സിലായോ? ആ മനസ്സിലായി. ചേട്ടൻ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു? ഞാനിപ്പോ ഒരു റബ്ബർ ഫാക്ടറിയിൽ സൂപ്പർവൈസറായി പോകുന്നു സാർ. ഇതെന്റെ വൈഫ് പ്രിയ, ഇത് മോള് തൻവി. ഇന്ന് ശിവരാത്രിയല്ലേ, അപ്പോ അമ്പലത്തിലേക്ക് പോയിട്ട് കുറച്ചു നേരം ഇവിടെ വന്നിരിക്കാമെന്ന് കരുതി. ആ സാറ് മാത്രമേ വന്നുള്ളൂ. വൈഫോ? ആ. വൈഫ് വന്നില്ല. ഞാൻ വൈഫിനെ കണ്ടിരുന്നു, സംസാരിക്കാൻ പറ്റിയില്ല. ഇവളും മോളും ഇവളുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ പോയി. ആ. ഞാൻ പോയ ബസ്സിൽ മാഡം ഉണ്ടായിരുന്നു. ആ. എന്നെ അറിയാമോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ഇന്ന് രാവിലെയാണ് അർച്ചനെ കണ്ടത്? അതെ, ബസ്സിൽ വെച്ച്. തെളിച്ചു പറ, എവിടെ വെച്ചാ കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? മാഡം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിയായിരുന്നു. പക്ഷേ ഇവിടെ ടിക്കറ്റ്. ശിവപുരം ക്ഷേത്രത്തിലേക്ക് പോകാൻ എവിടെ ഇറങ്ങേണ്ടേ? ഇവിടുന്ന് ദേവിയോട് എത്താൻ കുറെ സമയം എടുക്കുമോ? എങ്ങനെ പോയാലും 2 മണിക്കൂർ എടുക്കും. ആളിറങ്ങണം. ശിവപുരം ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് മാഡം കണ്ടക്ടറോട് ചോദിക്കുന്ന കേട്ടു. ഇന്ന് ശിവരാത്രിയല്ലേ, മാഡം ശിവപുരത്തപ്പന്റെ ക്ഷേത്രത്തിൽ പോയതാവും. താങ്ക്സ് ചേട്ടാ. താങ്ക് യു വെരി മച്ച്. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.